തന്തൂർ ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു തട്ടിക്കൂട്ട് ബട്ടർ ചിക്കനും ഗാർലിക് നാനും ഉണ്ടാക്കിയാലോ. റെസിപ്പി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തെടുക്കാം. എന്റെ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ബട്ടർ ചിക്കന്റെ ടേസ്റ്റ് ഒക്കെ വന്ന് കിട്ടും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ കഴുകി മാറ്റി വെച്ച ബ്രസ്റ്റ് പീസ് എടുക്കുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതൊന്ന് മാരിനേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെറുതായിട്ട് പാനിലാണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരെ എയർ ഫ്രയറിലോട്ട് വെച്ചു. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റേ വെച്ചുള്ളൂ. ഹാഫ് കുക്ക് ആയാൽ മതി. ഇനി നമുക്ക് ഈ ബട്ടർ ചിക്കന്റെ ആ സോസ് ക്രിയേറ്റ് ചെയ്യാം. പാനിലേക്ക് 20 ഗ്രാം ബട്ടർ, കുറച്ച് പെരിഞ്ജീരകം, സ്പൈസസ് ആയിട്ട് കുറച്ച് കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, അതിലേക്ക് വീണ്ടും മഞ്ഞപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. മസാല ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇടുക. നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന തക്കാളിയും സവോളയും ഇടുക. തക്കാളിയും സവോളയൊക്കെ സൈസിന് അരിയാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞ് ആ മസാലയിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. നമ്മൾ ഇട്ട പച്ചക്കറിയിലേക്ക് മസാല കയറിയതിനു ശേഷം അതിലേക്ക് ഒരു 15 ഗ്രാം കാഷ്യൂനട്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മളിവിടെ നാൻ ഉണ്ടാക്കാൻ വേണ്ടി ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. ആ മാവ് ഈ പരുവത്തിനാകാൻ വേണ്ടി ആവശ്യത്തിനുള്ള മാവിലേക്ക് കുറച്ച് ഉപ്പ്, ഈസ്റ്റ്, അല്പം പഞ്ചസാര, കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ആ രീതിയിലാവും. ആ മാവ് അവിടെ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ചിക്കന് വേണ്ടിയുള്ള സോസ് നമുക്ക് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാനിലേക്ക് വീണ്ടും 10 ഗ്രാം ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഹാഫ് കുക്കായ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ടൊമാറ്റോ മിക്സർ അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സോസ് ഒഴിച്ചപ്പം നമ്മുടെ ചിക്കൻ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒന്ന് കാണാം. ഇനി നമ്മുടെ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഓൾറെഡി നമ്മുടെ ചിക്കൻ കുക്ക് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ആ പാനിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് നാൻ ഉണ്ടാക്കാം. വേറെ ചൂടായ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ നാന് ഇഷ്ടമുള്ള രീതിയിൽ പരത്തി നമുക്ക് നേരെ പാനിൽ ചുട്ടെടുക്കാം. ഈ സാധാരണ നാനിനെ അൽ ഗാർലിക് നാൻ ആക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ, കുറച്ച് വെളുത്തുള്ളി, നിങ്ങളുടെ കയ്യിൽ പാർസ്ലി ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടുക, ഇല്ലാന്നുണ്ടെങ്കിൽ മിന്റ് ലീഫ് ആണെങ്കിലും മതി. എന്നിട്ട് ആ ബട്ടർ മിക്സർ ഒന്ന് നേരെ അതിന്റെ മേളിലേക്ക് ടോസ്റ്റ് ചെയ്തതിനു ശേഷം മറിച്ചും തിരിച്ചു വിട്ടാൽ മതി. ഈ 2 സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. ഇനി ഷർട്ടും തേക്കണം, ബാക്കിയെല്ലാം മീലും പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ. ഇതാണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഞാൻ മാത്രം അറിഞ്ഞാൽ വരാം, ഓഫീസിലുള്ളവർക്കും കൊടുക്കാമെന്ന് ഓർത്തുണ്ട്. ഷിനോജ് ചേട്ടനും വിപിനും ഐശ്വര്യയ്ക്കും വേണ്ടി ഞാനൊരു ലഞ്ച് ബോക്സിൽ അത് പാക്ക് ചെയ്തു. ഈയിടെ കുറച്ച് ദിവസം ലീവ് ഉള്ളതുകൊണ്ട് പണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വീടിന്റെ ടെറസിൽ ഒരു പുതിയ അതിഥി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ചിക്കൻ ഓർഡർ ചെയ്ത് പോയി. ഇല്ലായിരുന്നെങ്കിൽ ബൈക്ക് എടുത്ത് നേരെ ഓഫീസിലേക്ക് പോയി. എന്നത്തെയും പോലെ തന്നെ ഓഫീസിലെ തിരക്കുകളും പണികളായിട്ട് ഇന്നത്തെ ദിവസം തീരാറായി. വൈകുന്നേരം എന്റെ പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്കും പോയി. ഇന്ന് ഡേ 28 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ചെസ്റ്റും ഷോൾഡറും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സാറപ്സ് ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് ആണെന്ന് നെക്സ്റ്റ് വൺ. ടാറ്റ ബൈ.